ജന്മം കൊണ്ട് എല്ലാവരും ശൂദ്രന്മാരാണ്, കർമ്മം കൊണ്ട് ചിലര് ബ്രാഹ്മണന്മാരായിട്ട് വരും. ആരാ ബ്രാഹ്മണനാവുന്നത്? പൊസിഷൻ വേണം, പവർ വേണം, പ്രശസ്തി വേണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ക്ഷത്രിയന്മാരാണ്. അപ്പൊ അതിൽ ഏത് കാറ്റഗറിയും പെടാം. ഒരു ആദിവാസിയിലെ മൂപ്പൻ ക്ഷത്രിയനാണ്. അറിവ് പറഞ്ഞു കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ബ്രാഹ്മണനാണ്. വൈദ്യന്മാര് ബ്രാഹ്മണനാവും ചിലപ്പോൾ. എനിക്ക് എത്ര കിട്ടും എന്ന് ചിന്തിച്ചാൽ അവൻ വൈശ്യനായി. ഇതൊന്നും എനിക്ക് ചെയ്യാൻ വയ്യ, കിടന്നുറങ്ങണം, എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആരെങ്കിലും ഭക്ഷണം തരും. അങ്ങനെ ലേസി സ്വഭാവമുള്ള ആൾക്കാരുണ്ടല്ലോ. TPS നമ്മുടെ ഈ സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പോൾ ഒരു ഗർഭകഥകളുടെ ഒരു സംഭവമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ പൂക്കുറ്റി ഗർഭം, അങ്ങനെ കുറെ കാര്യങ്ങൾ. എന്താണ് പൂക്കുറ്റി ഗർഭങ്ങൾ, അതിന്റെ അനുബന്ധ സാധനങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലൊക്കെ ഞാൻ കാണാത്ത സതീഷിന്റെ കഴിവ് വളരെ. അപ്പൊ നമുക്ക് മറ്റുള്ള ഇതുവരെ കണ്ടിട്ടുള്ള ഒരു മനുഷ്യനും ഇത് പറഞ്ഞിട്ടില്ല. അല്ല, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ മറ്റുള്ള ചാനലുകൾ അത് ചർച്ച ചെയ്തോട്ടെ. നമുക്ക് മാത്രം ഇവിടെ നിന്ന് നോക്കിക്കാണാം. അല്ല, നമുക്കൊരു ഗർഭത്തെ പിടിക്കുമ്പോൾ നമുക്കൊരു ഹിരണ്യ ഇയാൾക്ക് അപ്പൊ ഞാൻ പോയിന്റിലേക്ക് വരാം. നമുക്ക് ഈ ഹിരണ്യ ഗർഭത്തെ പറ്റി ഒന്ന് സംസാരിച്ചാലോ? എന്താണ് ഹിരണ്യഗർഭം? സതീശൻ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് പറയും. ഞാൻ ഒന്ന് റിഫൈൻ ചെയ്തു തരാം. ഓക്കെ, എൻ്റെ ഒരു കാഴ്ചപ്പാടില് ഇതൊരു രാജാക്കന്മാരുടെ പട്ടാഭിഷേക അല്ല, എന്താ, അതായത് നമ്മൾ മനസ്സിലാക്കിയിരിക്കും. ഞങ്ങൾ ഇപ്പോൾ TPSനോട് ഇരിക്കുന്നതിന് മുമ്പ് ഞങ്ങളിങ്ങനെ എന്ത് സംസാരിക്കാമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഹിരണ്യഗർഭം എടുത്താലോ എന്ന് വിചാരിച്ചു. അതായത് പണ്ട് കാലത്ത് നമ്മളുടെ നാട്ടിലെ ഈവൻ സാമൂതിരി ആയാലും തിരുവിതാംകൂർ രാജകുടുംബമായാലും ഒക്കെ തന്നെ അവർ ജാതി കയറ്റത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പൂജ പ്രക്രിയയാണ് ഹിരണ്യഗർഭം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതായത് ഉപനിഷത്തുകളിൽ ഈ ഗോൾഡൻ വൂം അഥവാ ഗോൾഡൻ എഗ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഉപനിഷത്തിൽ പറയുന്നത് ഈ പ്രകൃതിയിലേക്ക് ആദ്യം ദൈവം ഒരു സുവർണ മുട്ട അല്ലെങ്കിൽ ഒരു സ്വർണ്ണ മുട്ട അയക്കുകയും ആ സ്വർണ്ണ മുട്ട വിരിഞ്ഞതിൽ നിന്ന് ഇവിടുത്തെ എല്ലാ ക്രീച്ചേഴ്സും ഉണ്ടായി എന്നൊരു ഡയമെൻഷൻ ഉണ്ട്. നമ്മുടെ ഈ ചാൾസിൻ്റെ പരിണാമ സിദ്ധാന്തമൊക്കെ അവിടെ നിൽക്കുമ്പോഴും തന്നെ നമ്മൾ അതിനു മുൻപ് തന്നെ ഉപനിഷത്തുകൾക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ രാജാക്കന്മാർ, തഞ്ചാവൂർ രാജാവ്, സാമൂതിരി, ഈവൻ തിരുവിതാംകൂർ രാജാവ് ഒക്കെ, അവർ രാജാവായി മാറിയതിന് ശേഷവും സോഷ്യൽ റെസ്പെക്റ്റ് കിട്ടാതിരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് ഈ സോഷ്യൽ റെസ്പെക്റ്റ് കിട്ടണമെങ്കിൽ അവർ ക്ഷത്രിയരായി മാറണം എന്നുള്ളൊരു, അങ്ങനെ ക്ഷത്രിയരായി മാറാൻ വേണ്ടി ഉണ്ടായ ഒരു പ്രോസസ്സായി ഇവിടുത്തെ ബ്രാഹ്മണർ സൃഷ്ടിച്ചൊരു പ്രോസസ്സാണ്. എന്താണത് എന്ന് ചോദിച്ചാൽ, ഒന്ന്, ഈ പ്രോസസ്സിലൂടെ കടന്നു പോയാൽ അതിനുശേഷം അവർ ക്ഷത്രിയരായി മാറും. അത് രണ്ട് രീതിയിലുണ്ട്. ഒന്നുകിൽ എന്താണ് ആ പ്രോസസ്? അതെ, എന്താണ് ആ പ്രോസസ്? ആ പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഒരു മനുഷ്യന് വായിലൂടെ കടക്കാവുന്ന വലുപ്പത്തിൽ സ്വർണത്തിൽ ഒരു പശുവിനെ സൃഷ്ടിക്കും. ആ പശുവിൻ്റെ വായിലൂടെ ആ രാജാവ് കടക്കുകയും ഒരു നിശ്ചിത സമയം ഈ പശുവിൻ്റെ വയറ്റിൽ നിലകൊള്ളുകയും ചെയ്യും. ഈ സമയത്ത് പുറത്ത് പൂജാകർമ്മങ്ങളും കാര്യങ്ങളും മറ്റുള്ളതും ചെയ്യുകയും അതിനുശേഷം ഈ പശുവിൻ്റെ യോനിയിലൂടെ ഒരു പുതിയ കുഞ്ഞായി നഗ്നനായി ഈ രാജാവ് പിറക്കുകയും ആ പിറന്ന് വീഴുന്ന കുഞ്ഞിനെ 50-60 വയസ്സുള്ള മനുഷ്യനായിരിക്കാം, അയാളെ നഗ്നനായ മനുഷ്യനെ ഈ കർമ്മിയുടെ ഭാര്യ കുഞ്ഞായി മടിയിലിരുത്തി പരിഗണിച്ച് താലോലിച്ചു മാറ്റുകയും ചെയ്യുന്നതിലോടുകൂടി ഇപ്പം നായരോ നമ്പൂതിരിയോ ഈഴവരോ അല്ലെങ്കിൽ ആദിവാസിയോ ഏതെങ്കിലും ജാതിയിൽ, ഇപ്പം കുറവ സമുദായത്തിലോ പറയ സമുദായത്തിലോ ജനിച്ച ആളാണെങ്കിൽ പോലും അയാൾ ക്ഷത്രിയനായി മാറും എന്നൊരു വിശ്വാസമുണ്ട്. ഇതൊരു പ്രോസസ്സായി ഒരുപാട് രാജകുടുംബങ്ങൾ നടന്നിട്ടുണ്ട്, ഇപ്പോഴല്ല. അതിൽ നമ്മുടെ തിരുവിതാംകൂർ രാജകുടുംബവും അങ്ങനെ ക്ഷത്രിയരായി പരിണമിച്ച ആൾക്കാരാണ് എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പം എന്താണ് ഈ ഇത്തരമൊരു പ്രക്രിയയിലൂടെ നമ്മുടെ നാട്ടിൽ ഹിരണ്യഗർഭ പ്രക്രിയയിലൂടെ നേടിയെടുത്തത്, അല്ലെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ സാഹചര്യം എന്തായിരുന്നു എന്നുള്ളതാണ് ഒന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എന്റെ ChatGPT വ്യത്യാസമുണ്ട്. എന്താണോ ഞാൻ മനസ്സിലാക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ രാജാക്കന്മാര് പണ്ട് അല്ലെങ്കിൽ നാടുവാഴികളായിരുന്ന ആളുകൾ, അവർക്ക് രാജാവാകുന്നതിന് പെട്ടുവീട്ടുപിള്ളമാർ അങ്ങനെയുള്ള കുറെ ആളുകൾ അവരുടെ ഇടയിൽ ഒരു പ്രമാണിത്വം ഉണ്ടാവാനായിട്ട്
ഒരാൾ എന്ന് വെച്ചാൽ ഒരു നായരായിരുന്ന അല്ലെങ്കിൽ ആ പ്രഭുക്കന്മാരായിട്ടിരുന്ന നാടുവാഴികളിൽ ഒരാൾ ഇതിൻ്റെ ചക്രവർത്തി ആവുന്ന അല്ലെങ്കിൽ ആധുനിക തിരുവിതാംകൂർ ഉണ്ടാക്കാനായിട്ട് അദ്ദേഹം ആ പ്രൗഢിയും കാര്യങ്ങളും കാണിക്കാൻ വേണ്ടി ബ്രാഹ്മണന്മാരുടെ ഒരു അവരുടെ അതിൽ അനുഗ്രഹം കിട്ടാൻ വേണ്ടി ഇവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒരു സ്വർണ്ണ കുംഭത്തിൽ മുഴുവൻ പഞ്ചദ്രവ്യങ്ങൾ നിറച്ചിട്ട് അതിനകത്ത് മുങ്ങിപ്പൊങ്ങി എന്നാണ് എനിക്ക് പശുവിന്റെ കഥ എനിക്ക് ഇത് കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് നിർത്തുകയും ചെയ്യാലോ. അല്ല, 3 രീതിയിൽ പ്രോസസ് ഉണ്ട്. ഒന്ന്, അതെ 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 ഇതൊരു വലിയ സ്വർണ്ണ താമരയ്ക്ക് നൽകിയിരിക്കാം. 2, ഒരു വലിയ സ്വർണ്ണ പാത്രം, അതായത് ചെമ്പോ ഉരുളിയോ പോലെയുള്ള വലിയ സ്വർണ്ണ പാത്രം, പിന്നെ പശുവിൻ്റെ രൂപത്തിലുള്ളത്. എന്തായാലും ഈ പ്രോസസ്സ് കഴിയുമ്പം അവിടെ എത്ര ബ്രാഹ്മണരാണ് ഇതിന് കാർമ്മികത്വം വഹിച്ചത്, പങ്കെടുത്തത്, അവർക്ക് ഈ വലിയ ഈ സ്വർണ്ണ കൊണ്ടുണ്ടാക്കിയത് എന്താണോ അത് മുറിച്ച് വീതിച്ച് കൊടുക്കുക എന്നുള്ളൊരു പ്രോസസ്സ് കൂടിയുണ്ട്. ലാഭം ബ്രാഹ്മണനാണ്. പാവം ബ്രാഹ്മണനല്ല, അല്ല പാവം ജിക്ക്, പാവം സതീശൻ. ഇതല്ല ഈ ഋഗ്വേദത്തിലെ 10ാം ഖണ്ഡത്തിൽ 121ാമത്തെ ഭാഗമാണെന്നാണ് എന്നെ എൻ്റെ തിരുമേനി പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ ChatGPT ഞാൻ നോക്കിയാൽ ഇതൊക്കെ എന്നെ വരിക. പക്ഷേ ഇത് ഗുരുമുഖത്തു നിന്നൊക്കെ കിട്ടുമ്പോൾ ബ്രാഹ്മണന്മാരില്ലാത്ത, ക്ഷത്രിയന്മാരില്ലാത്ത, സ്വർണമില്ലാത്ത ഒരു കാലത്താണ് ഹിരണ്യഗർഭസൂക്തം എന്ന സൂക്തം വരുന്നത്. അതിൽ പറയുന്നത് ഹിരണ്യഗർഭം സമാവർത്തതേ എന്നാണ്. ഒരു മനുഷ്യനെ, ഹിരണ്യം എന്ന് പറഞ്ഞാൽ തങ്കം, നല്ല മനുഷ്യനെ നമ്മളെന്താ പറയുക, തങ്കം പോലെ തന്നെ രാജാവാണ്, തങ്കം പോലത്തെ മനുഷ്യനാണെന്ന് പറയും, ഇല്ലേ? പരിശുദ്ധനാക്കുന്ന അവസ്ഥയാണ്. ഒരു മനുഷ്യൻ രാജാവാകുമ്പോൾ അയാൾ പുനർജനിക്കുകയാണ്. ഒരു മനുഷ്യൻ സ്വാമിയാവുമ്പോൾ അയാളുടെ പൂർവ്വജന്മം എന്നാണ് പറയുക. പൂർവാശ്രമം എന്ന് പറഞ്ഞാൽ പൂർവ്വജന്മം, പുതിയ ജന്മമാണ്. നമ്മൾ ഒരു റെസ്പെക്റ്റബിൾ പൊസിഷനിൽ നിന്ന് വേറെ റെസ്പെക്റ്റബിൾ പൊസിഷനിലേക്ക് എത്തുമ്പോൾ, ഒരു രാഷ്ട്രീയക്കാരൻ ഗവർണറാവുമ്പോൾ, കൃത്യമായിട്ട് പറയണം, ഒരു രാഷ്ട്രീയക്കാരൻ ഗവർണറാവുമ്പോൾ അയാൾ പൂർവാശ്രമം വിട്ടിട്ട് പുതിയൊരു ആശ്രമത്തിലേക്ക് പോവുകയാണ്. അതും ഹിരണ്യഗർഭമാണ്. അയാളാ ഒരു പശുവിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് പുറത്തെടുക്കാറൊന്നുമില്ല. അവര് അണ്ടർഗോ ചെയ്യുന്നൊരു പ്രോസസ്സ് ഉണ്ട്, അല്ലേ? VD സതീശൻ മുഖ്യമന്ത്രി ആകുമ്പോൾ ഒരു ഓത്തെടുക്കണില്ലേ? എന്താ ഓത്തെടുക്കണത്? ഞാൻ ആരാലും ഇൻഫ്ലുവൻസ് ചെയ്യാതെ, ആർക്ക് വേണ്ടിയിട്ടും ഫേവറേറ്റീസ്, അതൊക്കെ ഉണ്ടാകുമ്പോഴാണ് പൊളിറ്റീഷ്യൻ ആവുന്നത്. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി ആകുമ്പോൾ അയാൾ എന്ത് ചെയ്യണം? ഈ സംഭവങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് ഞാൻ എല്ലാ ജനങ്ങൾക്കും, എല്ലാ പാർട്ടിക്കാർക്കും വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് മാറുമെന്ന് പറയും. രാജഭരണകാലത്തും എല്ലാ രാജാക്കന്മാരും ഇത്തരത്തിലുള്ളൊരു പ്രോസസ്സിലൂടെ പോകണം. അതിന് ഈ പറഞ്ഞിട്ടുള്ള 8 വീട്ട് പിള്ളമാരോ 10 വീട്ടിലായാലും കുറേ മന്ത്രിമാരുടെയൊക്കെ അഡ്വൈസേഴ്സിൻ്റെയൊക്കെ കുറേ സജഷൻസ് എടുത്ത് ധാർമ്മികനായ ഒരു രാജാവായിട്ട് പുനർജനിക്കും. പക്ഷേ TPS ഇത് രാജാവാകുന്നു എന്നതിനേക്കാൾ ഉപരി ക്ഷത്രിയനാകുന്നു എന്നുള്ളതാണല്ലോ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ. നമ്മളിപ്പോൾ പറയുന്ന ഈ ചാതുർവർണ്ണയൊന്നും അല്ല പണ്ടുണ്ടായത്. സ്വഭാവ പ്രഭവൈർ ഗുണൈ എന്നാണ്. ഓരോരാളുടെ സ്വഭാവം നോക്കിയിട്ടാണ്. ശ്രീകൃഷ്ണൻ രാജാവായിരുന്നു, അതിന് മുമ്പ് അയാൾ ആരായിരുന്നു? യാദവനാണ്. പശുവിനെ നോക്കുന്ന യാദവൻ എന്ന് പറഞ്ഞാൽ OBC ആണ്. OBC അല്ല ക്ഷത്രിയൻ, അതിലും ഹയർ കാസ്റ്റാണ്. ഇന്നത്തെ OBC അല്ല, സവർണറിൽപ്പെട്ടിട്ടുള്ള വർമ്മയുടെ ഗ്രൂപ്പാണ് എന്നെങ്കിൽ ലാലു പ്രസാദ് യാദവ് മിനിസ്റ്റർ ആവുന്നത് എങ്ങനെയാ? ലാലു പ്രസാദ് യാദവിന്റെ മുത്തുമൂത്തച്ഛനാണ് കൃഷ്ണൻ. ഈവൻ നരേന്ദ്രമോദി OBC കാറ്റഗറി പെടുന്നത്. ഞാൻ പറഞ്ഞത്. അപ്പോൾ ഏത് കാറ്റഗറിയിൽ ജനിച്ചു എന്നുള്ളതാണ്. നമ്മൾ എന്ത് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. ആരാണ് പരശുരാമൻ? ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടി അവസാനം ഭഗവാന്റെ രൂപത്തിലേക്ക് എത്തുകയാണ്. ഈശ്വരനായിട്ട് മാറുന്നവരാണ്. രാമൻ സാധാരണ മനുഷ്യനായിട്ട് ഈശ്വരനായിട്ട് മാറിയിട്ടുള്ള ആളാണ്. അപ്പോൾ കാറ്റഗറിയിൽ നിന്ന് മറ്റേ കാറ്റഗറിയിലേക്ക് ജമ്പ് ചെയ്യുന്ന അവസ്ഥ എന്ന് പറയുന്നത് അവരുടെ കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കുന്നതാണ്. അതാണ് ഒരു രാഷ്ട്രീയക്കാരൻ ഗവർണറാകുമ്പോഴും, ഒരു രാഷ്ട്രീയക്കാരൻ മുഖ്യമന്ത്രി ആകുമ്പോഴും, ഒരാൾ വൈസ് ചാൻസലർ ആകുമ്പോഴും അതുവരെ ഉണ്ടാകുന്ന ടീച്ചേഴ്സിൻ്റെ സ്വഭാവമല്ല അയാൾക്ക് വേണ്ടത്. അയാൾ മാറണം. അത് പുതിയ ഗർഭമാണ്. അതായത് ക്ഷത്രിയ ധാർമ്മികമായിട്ടുള്ള പ്യൂരിഫിക്കേഷൻ പ്രോസസ്സാണ്. അതുവരെ മുമ്പുണ്ടായിരുന്ന സ്വഭാവങ്ങളൊക്കെ മാറ്റി പുതിയ സ്വഭാവ രൂപീകരണം ഉണ്ടാവണമെങ്കിൽ
പുതിയ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നത് പോലെ എൻ്റെ പുതിയ ജന്മമാണിത്. എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ഞാൻ മറക്കുന്നു. അത് എങ്ങനെയാവണം? അയാൾ തങ്കപ്പെട്ട മനുഷ്യനാവണം. ഒരു കായകൽപ്പ ചികിത്സ പോലെ. അതുപോലെ അതിന് ചില മണ്ടന്മാർ, ഈ പറഞ്ഞ ഉപനിഷത്ത് എന്ന് പറയുന്നത് എന്താണ്? വേദം കേട്ടിട്ട് എൻ്റെ വേർഷനിൽ ഞാൻ എഴുതുന്നതാണ് ഉപനിഷത്ത്. അതുകൊണ്ടാണ് ഒരു വേദത്തിന് കുറേ ഉപനിഷത്തുകൾ വരുന്നത്. എൻ്റെ ഇൻ്റർപ്രട്ടേഷനാണ്. തൈത്തരീയ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഗൂഗിൾ അടിച്ചു നോക്ക്, ChatGPT അടിച്ചു നോക്ക്, ഒരു പക്ഷി കാഷ്ടിച്ചിട്ടിട്ടുള്ള വേദമാണെന്ന് പറയാം. പക്ഷി കാഷ്ടിച്ചിട്ടുള്ളതല്ല, അതുപോലെ നമ്മൾ പറഞ്ഞില്ലേ ഛർദിക്കുന്ന സാധനം എന്ന് പറയാം. ഒരാൾ ഉള്ളിലെടുത്ത് പുറത്തു വിടുന്നതാണ്. അത് ഒരു പക്ഷിയുടെ രൂപത്തിൽ പറയുന്നതായാൽ തൈത്തരീയ ഉപനിഷത്തായി. ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങളിൽ, ഭേദങ്ങളിൽ ഓരോരാളും ഇൻ്റർപ്രറ്റ് ചെയ്ത് ഓരോ സ്റ്റുഡൻറ്റും ഉണ്ടാക്കിയെടുക്കുന്ന നോട്ട് ബുക്കാണ് ഉപനിഷത്തുകൾ. ഉപനിഷത്തുകളല്ല കോട്ട് ചെയ്യേണ്ടത്, വേദങ്ങൾ തന്നെ. ഓക്കെ, TPS, നമ്മളിപ്പോൾ ഇതിലേക്ക് എത്തി നിൽക്കുമ്പം ഇതിനകത്ത് നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്ന ഒരു ക്ഷത്രിയൻ, ബ്രാഹ്മണൻ, വൈശ്യൻ, ശൂദ്രൻ, ഇങ്ങനെ കാറ്റഗറികളുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലെ വിവരം കേട്ട രാഷ്ട്രീയക്കാർ പലരും പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, അതിനപ്പുറത്തേക്ക് മനുഷ്യരുണ്ടെന്ന് പോലും കാണാൻ കഴിയാത്ത ഒരു വ്യവസ്ഥിതിയിൽ നമ്മൾ വളർന്നു വന്നവരാണെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അത് കേട്ട ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടവരാണ് മനുഷ്യർ. അതെ അതെ, വേദാന്തകോ ബ്രാഹ്മണ. അല്ല, ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അപ്പം ഇത് ഈ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും എല്ലാ മനുഷ്യരിലും എല്ലാ വർഗത്തിലും ഉണ്ട്. അത് നാടോടി മുതൽ നമ്പൂതിരി വരെയുള്ള എല്ലാ വർഗത്തിലും, ക്രിസ്ത്യാനി മുതൽ ഇസ്ലാം മുതൽ, ലോകത്ത് യസീദി മുതൽ, അല്ലെങ്കിൽ ഏതു വർഗത്തിൻ്റെ ഇടയിലും മനുഷ്യൻ്റെ ബ്രെയിനിൻ്റെ സ്വാധീനം കൊണ്ട് മനുഷ്യൻ്റെ ബ്രെയിനിൻ്റെ സ്വാധീനം കൊണ്ട് മനുഷ്യൻ്റെ സിദ്ധികളെ താരതമ്യം ചെയ്ത ഒന്നാണ് എന്നുള്ള ഒരു സത്യം നിലനിൽക്കെ, യഥാർത്ഥത്തിൽ ഇതൊരു ജാതി വ്യവസ്ഥയുടെ, ഒരു വകതിരിവിൻ്റെ, അല്ലെങ്കിൽ ഒരു വേർതിരിയലിൻ്റെ, അല്ലെങ്കിൽ വേർതിരിക്കലിൻ്റെ ഭാഗമായി എങ്ങനെ സമൂഹത്തിൽ ഈ ചാതുർവർണ്ണ വ്യവസ്ഥിതി? ജന്മം കൊണ്ട് എല്ലാവരും ശൂദ്രന്മാരാണ്. ഓക്കെ, കർമ്മം കൊണ്ട് ചിലര് ബ്രാഹ്മണന്മാരായിട്ട് മാറും. ആരാ ബ്രാഹ്മണനാവുന്നത്? ബ്രഹ്മം അറിയുന്നവൻ. വേദാന്തകോ ബ്രാഹ്മണ. വേദം എന്ന് പറഞ്ഞാൽ ഋഗ്വേദ, യജുർവേദ, സാമവേദമല്ല, അറിവ് എന്നാണ്. ഓക്കെ, ആ അറിവ് നേടുന്നവൻ ബ്രാഹ്മണൻ. ക്ഷത്രിയോ വിജയീ ഭവേത്. പൊസിഷൻ വേണം, പവർ വേണം, പ്രശസ്തി വേണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ക്ഷത്രിയന്മാരാണ്. അപ്പൊ അതിൽ ഏത് കാറ്റഗറിയും പെടാം. ഒരു ആദിവാസിയിലെ മൂപ്പൻ ക്ഷത്രിയനാണ്. അവിടെ അദ്ദേഹത്തിന് വേദം പറഞ്ഞു കൊടുക്കുന്ന, അറിവ് പറഞ്ഞു കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ബ്രാഹ്മണനാണ്. വൈദ്യന്മാരും ബ്രാഹ്മണനാവും. ചിലപ്പോൾ അസുഖക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. എല്ലാ വൈദ്യന്മാരും ബ്രാഹ്മണന്മാർ, എല്ലാ ടീച്ചേഴ്സും പഠിപ്പിക്കുന്ന യോഗം. പക്ഷെ അത് സ്വഭാവത്തിൽ വരണം. സാലറിക്ക് വേണ്ടി മാത്രം പഠിപ്പിച്ച വൈശ്യനായി. പണം ആഗ്രഹിക്കുന്നു, എവിടെയും ബിസിനസ് കാണുകയാണ്. എനിക്കെത്ര കിട്ടും എന്ന് ചിന്തിച്ചാൽ അവൻ വൈശ്യനായി. ശൂദ്ര സുഖമാപ്നിയാത്. ഇതൊന്നും എനിക്ക് ചെയ്യാൻ വയ്യ, കിടന്നുറങ്ങണം, എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആരെങ്കിലും ഭക്ഷണം തരും, അങ്ങനെ ലേസി സ്വഭാവമുള്ള ആൾക്കാരുണ്ടല്ലോ, അതാണ് ശൂദ്രന്മാർ. എൻ്റെ ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് ബ്രാഹ്മണനും ഈ ഭാഗം ചെസ്റ്റ്, ഞാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ നെഞ്ച് എന്ന് പറയാറില്ലേ, അതാണ് എൻ്റെ ക്ഷത്രിയനും. വയറ്റിപ്പഴപ്പിന് വേണ്ടി ചെയ്യുന്ന പണിയാണ്, കാലിൻ്റെ ഭാഗമാണ്. ഇന്ത്യ അങ്ങനെ നോക്കിക്കാണാം. നമ്മൾ സൗത്ത് ഇന്ത്യ ശൂദ്രന്മാരാണ്. അല്ല, ഈ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര വകതിരിവ് മനുഷ്യന് വരുന്നതിന് മുൻപ് ഓരോ ആളിലും എന്നിൽ ഇതെല്ലാം ഉണ്ട്. ആ എല്ലാം കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. ഞാൻ എൻജോയ് ചെയ്യണം, ശൂദ്രനാവണം, എനിക്ക് ആവശ്യമുള്ള കാശ് ഞാൻ ഉണ്ടാക്കണം, ഞാൻ വൈശ്യനാവണം, എനിക്ക് ആവശ്യമുള്ള പവറും പൊസിഷനും എനിക്ക് കിട്ടണം, എനിക്ക് ആവശ്യമുള്ള അറിവും എനിക്ക് കിട്ടണം. അപ്പം നമ്മളിൽ ആരുണ്ടെന്ന് ചോദിച്ചാൽ ഈ നാലും നമുക്കുണ്ട്. അതിൽ കുറച്ച് കൂടുതൽ വരുമ്പോൾ ഞാൻ ബ്രാഹ്മണന്റെ സ്വഭാവം കാണിക്കും. വേറെ സമയത്ത് ഞാൻ എല്ലാ സ്വഭാവവും എല്ലാവരിലും ഉണ്ട്. ഞാൻ സാത്വികനാണ്, രാജസികനാണ്, താമസികനുമാണ്. അല്ലേ? അച്ചാറും കൂട്ടിയിട്ട് നല്ലപോലെ പഴങ്കഞ്ഞി അടിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് ഞാൻ താമസികനാവും. ദേഷ്യം വരേണ്ടടുത്ത് കൃത്യമായിട്ട് ദേഷ്യം വന്നിട്ട് ഞാൻ രാജസികനാവും. അല്ലേ? ഒരു കൈ കൊണ്ട് ആശീർവാദം കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്താവും? സാത്വികനും ആവും. അഗ്രതശ്ചതുരോ വേദ അപൃഷ്ടജ ശശരം ധനു. നമ്മുടെ എല്ലാ ഭഗവാന്മാരും നല്ല രാക്ഷസികമായിട്ടുള്ള ഭഗവാന്മാരാണ്. അല്ലെങ്കിൽ എന്തിനാ ഈ ആയുധം വെക്കുന്നത്? എന്തിനാ ആയുധം വെക്കണത്? അത് അഡ്വൈസിലൂടെ കൊടുക്കാൻ പറ്റുന്ന സമയത്ത് അത് കൊടുക്കുകയും
എവിടെ ശരം ഉപയോഗിക്കണോ, ശരാതപി ശപാതപി എന്നാണ്. എവിടെ ശരം ഉപയോഗിക്കണോ അവിടെ ശരം ഉപയോഗിക്കുകയും എവിടെ ശാപം കൊടുക്കണോ അവിടെ ശാപം കൊടുക്കാനും വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഒരു കൈ മറ്റേ കയ്യിൽ സുദർശനവും വെച്ചിരിക്കുന്നത്. കാരണം എല്ലാത്തിനും ആപ്ലിക്കബിൾ, എല്ലായിടത്തും പറ്റില്ല. നമ്മൾ കൊടുക്കേണ്ടടുത്ത് കൊടുത്തേ പറ്റൂ എന്നുള്ളതാണ്. ഈ എബിലിറ്റിയൊക്കെ നമ്മളിലൊക്കെ ഉണ്ട്. ഇത് പറഞ്ഞ് മനസ്സിലാക്കി എങ്ങനെയൊക്കെ എവിടെയൊക്കെ ധർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വാളെടുക്കണോ അല്ല നിങ്ങൾ നെഗോസിയേഷന് പോകണോ, ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന, അത് പറഞ്ഞ് പഠിപ്പിച്ച് അത് സ്വായത്തമാക്കി ആ പൊസിഷനിലേക്ക് ഞാൻ വരുമ്പോൾ ഞാൻ ഹിരണ്യഗർഭം ധരിച്ചിട്ടുള്ള ശിശുവായി. തങ്കം പോലെയുള്ള, ആ തങ്കം പോലെ എന്ന് പറയുമ്പോൾ തങ്കം ഉണ്ടാക്കലല്ല. ഇത് ഇന്റർപ്രറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ചില മണ്ടന്മാര് രാജാവിനെ നേക്കഡ് ആയിട്ട് ഇതിനകത്ത് പറഞ്ഞു വിട്ടു എന്ന് വിചാരിച്ചിട്ട് അതാണെന്ന് ധരിക്കുന്നത്. നമ്മുടെ ഈ ഫിലോസഫിയും അത് ആക്സെപ്റ്റ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ, വളരെ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. ആ ഡോക്യുമെന്റേഷനും പറ്റും. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ലോർഡ് ശിവ എന്ന് പറയില്ലേ, ഭാരതത്തിൽ എവിടെയെങ്കിലും ലോർഡ് എന്ന വാക്കുണ്ടോ? പ്രഭു. നിങ്ങൾ ഏത് ടെമ്പിൾ വെബ്സൈറ്റ് നോക്കിയാലും ലോർഡ് കൃഷ്ണ, ലോർഡ് ശിവ, ഇത് എവിടുന്നാ? നമ്മൾ വേദത്തിൽ നിന്ന് എടുത്താണോ? ബ്രിട്ടീഷുകാർ സായിപ്പന്മാർ കൊണ്ടുവന്നത് നമ്മളിപ്പോൾ ടെമ്പിളിൽ ഉപയോഗിച്ചു തുടങ്ങി ഇല്ലേ? ഞാൻ ചോദിക്കാറുണ്ട്, ലോർഡ് ശിവ എന്ന് പറയുമ്പോൾ ലോർഡസ് പാർവതി എന്ന് പറയാറുണ്ട് നമ്മൾ? ഇല്ലല്ലോ. അപ്പോൾ വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഗ്രന്ഥം 3 പകർത്തിയിടിൽ മുഹൂർത്തം മൂത്രമായിടുന്നു പറയും. ഈ പകർത്തി മുഹൂർത്തത്തെ മൂത്രമാക്കിയവരാണ് നമ്മൾ. അപ്പൊ ഇത് വല്ലാണ്ട് ഡയല്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഉപനിഷത്തുകൾ പറയുന്നു അല്ലേ, അങ്ങനല്ലേ പറയുന്നത്? ഉപനിഷത്തിനെ റെഫർ ചെയ്താണ് ഈ ആചാര അനുഷ്ഠാനങ്ങൾ. ഈ പറയുന്ന ആൾക്കറിയില്ല ആചാരം എന്താ, അനുഷ്ഠാനം എന്താന്ന്. ഇത് രണ്ടും വ്യത്യാസമാണ്. അതുപോലും അറിയാതെ കൂട്ടി ഉപയോഗിക്കും. വേദം ഉപനിഷത്തുകൾ പറയുന്നു, വേദം എന്താന്ന് പറയില്ല, ഉപനിഷത്ത് എന്താന്ന് പറയില്ല. അതിനേക്കാളും ഭേദം മിണ്ടാണ്ടിരിക്കലല്ലേ? അല്ലെ നമ്മളിപ്പോ ഇത് അല്ല, ഇതിനകത്ത് ഒരു കാര്യം അതുകൊണ്ട് ഈ ജാതി മാറുക എന്ന് പറഞ്ഞത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള കുറേ വാക്കുകളിൽ ഇത്തരം സിംബോളിക് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മളതിനെ അതേ അർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്തു, എടുത്തു കൊണ്ടുവച്ചു എന്നുള്ളതാണ്. സിംബോളിക്, ഇതൊക്കെ സിംബോളിക്കാണ്. ഭാരതീയ ദേവ സങ്കല്പം എന്നാണ്. ആ സങ്കല്പത്തിന് പകരം നമ്മൾ അത് ഒരു രൂപം കൊടുക്കുന്ന സമയത്ത് അതാണ് എന്നുള്ള ധാരണ വരുന്നു. അവിടെയാണ് ഈ തെറ്റ് വന്നത്. അതുകൊണ്ട് അങ്ങനെ ഇല്ല. സ്വർണം കണ്ടുപിടിച്ചിട്ടില്ല, പശുവിനെ ആരും ഉണ്ടാക്കിയിട്ടില്ല. അല്ല, ഈ ഒരു കാര്യം ചെയ്യുമ്പോഴേ സാധാരണ ഒരു ജാതിക്കാരന് ക്ഷത്രിയനായി മാറാനുള്ള ഇപ്പൊ സുന്നത്ത് ചെയ്ത് ആവുന്ന പോലെ ആണോ പെട്ടെന്ന് ജാതിയിൽ മേൽക്കോയ്മയ്ക്ക് വേണ്ടി ഇപ്പൊ നായര് അല്ലെ, നായര് മാറി മാറി ഇന്റർപ്രറ്റ് ചെയ്തിട്ടുള്ള. അല്ലെ, ഹിരണ്യഗർഭം നടത്തി കഴിഞ്ഞാൽ ഒരു നായർ ഇത് ചെയ്തു കഴിഞ്ഞാൽ ക്ഷത്രിയനായി മാറാൻ പറ്റും? ഇത് ചെയ്തിട്ട് മാറേണ്ടതല്ല, അയാളുടെ സ്വഭാവത്തിൽ മാറേണ്ടതാണ്. എന്ത് ഈ കർമ്മം ചെയ്തിട്ടാണ് ശ്രീനാരായണ ഗുരുസ്വാമിയായത്? അല്ല, രാജാക്കന്മാർക്ക് അദ്ദേഹം കുറേ പഠിച്ചു കഴിയുമ്പം അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ ആൾ നടക്കുന്നു, അദ്ദേഹത്തിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു. അങ്ങനെയല്ല, അല്ലാണ്ടൊരു തലയെ കെട്ടിട്ട് ഒരു ദിവസം സ്വാമിയായതല്ലല്ലോ. വേഷമിട്ട് ടൈലർ മെയ്ഡ് ജെന്റിൽമാൻ അല്ലേ? അത് സ്വാമി വിവേകാനന്ദനോട് ആരോ ഒരാൾ പറഞ്ഞ സമയത്ത് ഈ അദ്ദേഹത്തിന്റെ തലയെക്കെട്ടൊക്കെ കെട്ടിയിട്ട് അമേരിക്കയിൽ സ്ട്രീറ്റിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഏതോ ഹിപ്പി വന്ന് തോണ്ടിയിട്ട് വാട്ട് ഈസ് ദിസ് താണ്ട് ചോദിച്ചിട്ട് ഇങ്ങനെയുള്ള വേഷം എൻറ്റയർലി ഡിഫറെന്റ് വേഷമല്ലേ? അത് ചോദിച്ച സമയത്ത് പറഞ്ഞു അയാൾ നല്ല ഇംഗ്ലീഷിൽ മറുപടി. സ്വാമി വിവേകാനന്ദൻ ഇംഗ്ലീഷ് ഫാബുലസ് ഇംഗ്ലീഷാണ്. അപ്പോൾ യു ഡസൻ ലുക്ക് ലൈക്ക് എ ജെന്റിൽമാൻ. ഇൻ യുവർ ലാൻഡ് ടൈലർ മേക്സ് എ ജെന്റിൽമാൻ, ഇൻ അവർ ലാൻഡ് കൾച്ചർ മേക്സ് എ ജെന്റിൽമാൻ. ഉത്തരവല്ലേ? അതായത് നമ്മൾ അതുകൊണ്ട് വേഷം കെട്ടലല്ല ഭാരതീയ സങ്കല്പം എന്ന് പറഞ്ഞ വേഷത്തിലല്ല. അത് കൃത്യമായിട്ട് അയാളുടെ സ്വഭാവത്തിലാണ്, അയാളുടെ പെരുമാറ്റത്തിലാണ്. കേയൂരാണിന ഭൂഷയന്തി പുരുഷം ഹാരാന ചന്ദ്രോജ്വലം ന സ്നാനം ന കുസുമം ന വിലേപനം. ഇതൊന്നും വേണ്ട, പൂ കെട്ടേണ്ട കാര്യമില്ല, വിലേപനം ആവശ്യമില്ല. വാഗ്ഭൂഷണം ഭൂഷണം. വാക്കുകളിലാണ് ഒരാളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാന്ന് പറയാം. നല്ല വിവരം. ഇപ്പം നമുക്ക് ഹിരണ്യഗർഭം നടന്നോ ഇല്ലയോ, സ്വർണത്തിന്റെ പശുവിന്റെ വയറ്റിലൂടെ ഇയാൾ പറഞ്ഞു തുടങ്ങിയതിലൊന്നും പറയാം. സോഷ്യൽ മീഡിയ പറഞ്ഞതുപോലെ ഞാൻ അയാളെ ഓവർടേക്ക് ചെയ്തോട്ടെ പ്ലീസ്. ഹിരണ്യഗർഭം നടന്നോ ഇല്ലയോ, പശുവിന്റെ വയറ്റിലൂടെ കയറിപ്പോയോ ഇല്ലയോ, ആ സ്വർണ്ണ പശുവിനെ ബ്രാഹ്മൺസിന് വീതിച്ചു കൊടുത്തോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ.
പക്ഷെ നമ്മുടെ നാട്ടിലൊരു ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഉണ്ട്. ഇപ്പം വർമ്മയുണ്ട്, നായരുണ്ട്, ഈഴവരുണ്ട്, ഒരുപാട് ക്രിസ്ത്യാനിയുണ്ട്, മുസ്ലിമുണ്ട്, കുറേ സമുദായമുണ്ട്, പറയ സമുദായമുണ്ട്, ആദിവാസികളുണ്ട്. ഇവിടെ നമുക്ക് ഒരാൾക്ക് ഇപ്പം നായർക്ക് ഹിരണ്യഗർഭത്തിലൂടെ വർമ്മയാവാം, ഈഴവന് ഹിരണ്യഗർഭത്തിലൂടെ വർമ്മയാവാം, ഒരു പറയ സമുദായത്തിൽപ്പെട്ട ഒരാൾക്കും ഹിരണ്യഗർഭത്തിലൂടെ വർമ്മയാവാം. ധാർമ്മിക സിദ്ധാന്തം കൃത്യമായിട്ട് പഠിച്ചാൽ അയാൾക്ക് ഭരണാധിപനാവാം. അപ്പം അല്ല, ഇതിനകത്ത് ഈ ക്ഷത്രിയ ബ്രെയിൻ അല്ലെങ്കിൽ ഒരു ബ്രെയിൻ തലം അവിടെ നിൽക്കട്ടെ, നമ്മളതല്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ വ്യവസ്ഥിതി അനുസരിച്ച് ഒരാൾക്ക് ജാതി താഴേക്ക് മാറാൻ പറ്റില്ല. അതെന്താണെന്നുള്ള പറ്റും ഇല്ല, ക്രിമിനൽ കുറ്റമാണ്. അല്ല, ഇപ്പം ഹയർ ജാതിക്കാരൻ ഒരു ലോവർ ജാതിയെ വിവാഹം കഴിച്ചാൽ അയാൾ ഔട്ട്കാസ്റ്റ് ചെയ്യപ്പെടും. അല്ല, ഇപ്പം എനിക്ക് നാളെ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സതീഷ് നാളെ ഒരു ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അങ്ങനെ കല്യാണം കഴിച്ചാൽ ആവാൻ പറ്റും. അല്ല, കല്യാണം കഴിച്ചാൽ ക്രിസ്ത്യാനികള് SC ST ആയിട്ട് മാറുന്നുണ്ടല്ലോ. അല്ല, അത് കൺവേർഷൻ കഴിയുമ്പോൾ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന എന്തായിട്ടാണ്? അല്ല, കൺവേർട്ട് ചെയ്താൽ കൺവേർട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു നിയമം പുനർനിർമ്മാണത്തിന്റെ പ്രക്രിയയിലാണ്. അതായത് കൺവേർട്ടഡ് ക്രിസ്ത്യൻസിന് സംവരണം കൊടുക്കണോ വേണ്ടയോ എന്നുള്ള. ആദ്യം അറിയേണ്ടത് നമ്മൾ SC ST എന്ന് ഉപയോഗിക്കുമ്പോൾ ഇത് തമ്മിലുള്ള കാറ്റഗറൈസേഷൻ. SC ഈസ് ഡിഫറെന്റ്, ST ഈസ് ഡിഫറെന്റ്. ഒന്ന് ട്രൈബൽ ആണ്, മറ്റേത് കാസ്റ്റ് ആണ്. അവർ ട്രൈബ്സ് അല്ല, കാട്ടിൽ ജീവിക്കുന്നവരെ, കാടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളവരല്ല. അവിടുന്ന് പുറത്തേക്ക് വന്ന് സോഷ്യലൈസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ജീവിതം മാറ്റി നിർമ്മിച്ചിട്ടുള്ള, ഭൂമി കൈപ്പറ്റിയിട്ടുള്ള ആൾക്കാരാണ്. ട്രൈബൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും സ്വന്തം ഭൂമിയില്ല, റേഷൻ കാർഡില്ല, അവർക്കൊരു കാർഡ് കൊടുത്താൽ അവർ SC ആയി. അങ്ങനെയാ. ട്രൈബൽസിന് ഐഡന്റിറ്റി പോലും ഇല്ല, അവർ കാട്ടിൽ ജീവിക്കുന്നവരല്ലേ. ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് ജീവിക്കാതെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കാട്ടിനുള്ളിൽ അവിടെ ഇവിടെയൊക്കെ ജീവിക്കുക, കാടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യും. ഇതുപോലെ വേറൊരു ഭാഗമുണ്ട്, ജിപ്സികൾ. അവര് ആ ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ളവര് അവര് കുറച്ച് സോഷ്യൽ ആയാൽ അവർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയി. പക്ഷെ നമ്മളിപ്പോ ചെന്ന് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് എന്നാക്കിയിട്ട് കൺവെർട്ടഡ് ആയിട്ടുള്ളവരൊക്കെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആക്കിയിട്ട് അവർ ലാൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വലിയൊരു മാഫിയ ഉണ്ട്. അല്ല, ലാൻഡ് ഇപ്പൊ മേടിക്കാൻ പാടില്ലല്ലോ, വേറെ ഒരു കാസ്റ്റിന് മേടിക്കാൻ പാടില്ല. പട്ടയം നൽകി ഇത്ര വർഷം കഴിഞ്ഞ് മേടിക്കാവുന്ന ലാൻഡ് ഉണ്ട്, മേടിക്കാനേ പറ്റാത്ത ലാൻഡ് ഉണ്ട്. അതല്ല ഇവിടുത്തെ വിഷയം. നമ്മൾ ഇതിനെ ഒന്ന് വേറെ രീതിയിൽ ഇതിനെ ഒരു കമ്മ്യൂണൽ ഇഷ്യൂ ആയി മാറുന്നതിനപ്പുറത്തേക്ക് ഇതിനെ ഒരു സോഷ്യൽ കോൺഫ്ലിക്റ്റ് ആയിട്ട് നോക്കുക. ഇപ്പം എനിക്ക് എൻ്റെ മതം മാറി, അല്ലെങ്കിൽ സതീഷിന് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഒരു താഴ്ന്ന മതത്തിലേക്ക് മാറാൻ നമ്മുടെ നിയമം, നമ്മുടെ വ്യവസ്ഥിതി അനുവദിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ ഒഫീഷ്യലി. അപ്പോൾ കൂടുതൽ ബെനിഫിഷ്യറി ആയിട്ടുള്ള ഒരു താഴ്ന്ന ജാതിക്കാരാണ്. സംവരണം കിട്ടാനും ആണല്ലേ, സംവരണത്തിൽ പരിഗണനകൾ താഴ്ന്ന ജാതിക്കാർക്കാണ്. ആണ്. എക്കണോമിക്കലി അല്ലെങ്കിൽ സോഷ്യലി ഡൗൺ ട്രോഡൻ ആയിട്ടുള്ളവർക്ക് മാത്രമേ റിസർവേഷൻ ഉള്ളൂ. അതല്ലാത്ത സ്ഥലമുണ്ട്. സ്റ്റേറ്റ് കർണാടകയിൽ കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് 1964 മുമ്പ് കേരളത്തിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള നായർ ഇന്ന കാറ്റഗറിയിൽ ABC1, ABC2, ABC3, B1, B1 എന്നല്ല, എല്ലാ ആൾക്കാരെയും നിങ്ങൾ ഏത് രാജ്യത്തുനിന്ന് അവിടെ എത്തിയാലും ആ കാറ്റഗറിയിൽ അവർ പെടുത്തിയിട്ട് എല്ലാത്തിനും റിസർവേഷൻ ഉള്ള അവരുടെ സ്വന്തം റൂൾ ഉണ്ട്. അവർക്ക് റിസർവേഷൻ ഉണ്ട്, എല്ലാവർക്കും റിസർവേഷൻ ഉണ്ട്. പക്ഷെ ഓരോരാളെയും അവിടെ മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാറ്റഗറിയിൽ പെടുത്തും. അതിനെന്തപ്പോൾ തെറ്റ്? അല്ല, തെറ്റ് ശരി എന്നുള്ളതല്ല, ചില അറിവുകൾ പങ്കുവെക്കുന്നു. ശ്രീനാരായണ ഗുരു പറഞ്ഞു, നമ്മൾ പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യം വിടാം. ശ്രീനാരായണ ഗുരു എന്താ പറഞ്ഞത്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. അത് ഏത് ജാതിയാണ്? ഏത് ജാതിയാണ്? നമ്മുടെ മലബാറിൽ വന്ന സമയത്ത്, തമാശ കേട്ടോ, മലബാറിൽ വന്ന സമയത്ത് ശ്രീനാരായണ ഗുരുവോട് ഒരു നമ്പ്യാർ ചോദിച്ചു, നിങ്ങൾ ഒരു ജാതി എന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ ഞാൻ നിങ്ങളുടെ ജാതിയാണോ? നമ്മുടെ നാട്ടിലവിടെ തീയെന്നാ പറയാം അല്ലേ? അപ്പോൾ ശ്രീനാരായണ ഗുരു തീയനാണ്, ഞാൻ തീയനല്ലല്ലോ. ഒരു ക്രിസ്ത്യൻ വന്നിട്ട് ചോദിച്ചു, ഞാനും തീയനല്ല. മുസ്ലിം ചോദിച്ചു, ഞാൻ തീയനല്ല. ശ്രീനാരായണ പറഞ്ഞു, നിങ്ങളൊക്കെ തീയന്മാരാ. മുഹമ്മദീയനാണ്, ക്രിസ്ത്യനാണ്, ഹയർ കാസ്റ്റ് ആയാൽ ഭാരതീയൻ, തീയന്മാരാ. അപ്പൊ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് പോലെയാണ് ഇതൊക്കെ. നമ്മളൊരു സോഷ്യൽ ജസ്റ്റിസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൽ ഏറ്റവും ഡൗൺ ട്രോഡൻ ആണെന്ന് പറയുന്ന SC ST എത്രയോ ആൾക്കാർ ഏറ്റവും നല്ല ഹയർ കാസ്റ്റ് ആയിട്ടുള്ള ബ്രാഹ്മണനെക്കാളും കൂടുതൽ പൈസ ഉള്ളവരുണ്ട്. പൈസയും ജീവിത രീതിയുള്ള ജോലി കിട്ടും. എൻ്റെ ജൂനിയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള, ഞാൻ ക്യാബിനറ്റ് സെക്രട്ടറി വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളുണ്ട്. എല്ലാ ഇന്റർവ്യൂവിലും അയാൾ ബോർഡ് മെമ്പറാണ്. കാരണം ഒരു കാറ്റഗറിയിലുള്ള ഒരാളെ ഇടണം. ഒരിക്കലും ഈ ടോക്കിൽ തന്നെ പറഞ്ഞിട്ടുള്ള
അവൻ ക്ലാസ്സിൽ പഠിക്കുന്നത് SC ST എന്ന് പറഞ്ഞ് തൊട്ടുകൂടാത്തവരാണ്, ബ്ലാക്ക് ആണ്, കുറെ ദൂരെ നിർത്തേണ്ടവരാണ്, അവരെ കാണാൻ പറ്റുന്നത് കേരള ആന്ധ്ര ബോർഡറിലൊക്കെയാണ്, പിന്നെ നോർത്ത് ഈസ്റ്റിൽ പോകണം എന്നൊക്കെയാണ് ഡൽഹിയിലുള്ള കുട്ടി പഠിക്കുന്നത്. ആ കുട്ടി പോയിട്ട് അച്ഛനോട് ചോദിക്കുകയാണ്, അടുത്ത വെക്കേഷന് പോകുന്ന സമയത്ത് ഞാൻ ഒരു ട്രൈബലിനൊന്ന് തൊടാൻ സമ്മതിക്കണമെന്ന്. ഈ അച്ഛൻ ട്രൈബലാണ്, അതെ, എല്ലാ ദിവസവും കെട്ടിപ്പിടിച്ച് കൂടെ കിടക്കുന്ന ആൾ ട്രൈബലാണെന്ന് സ്വന്തം ഡിക്ലെയർ ചെയ്യാത്തതാണ്. മകനെ അങ്ങനെ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക്. ഒരു ജാതി എന്ന് ഞാൻ ഡിക്ലെയർ ചെയ്യണമെന്നില്ല, ജനറൽ കാറ്റഗറി മതി എന്ന് പറയുന്ന ഒരാളുണ്ട്. ആ കാറ്റഗറിയിലേക്ക് വരും ലോകം. കാരണം ഡിഗ്നിറ്റി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. എനിക്കൊരു റിസർവേഷനും വേണ്ട എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. ബ്ലൈൻഡ് റിസർവേഷൻ ഉണ്ടല്ലോ, ഇല്ലേ? അതെ, ഇതേപോലെ തന്നെയാണ് ഹാൻഡിക്യാപ്ഡ് റിസർവേഷൻ. എനിക്കറിയുന്ന ചില കുട്ടികളുണ്ട്, എനിക്ക് ബ്ലൈൻഡ് റിസർവേഷൻ ഒന്നും ആവശ്യമില്ല, എനിക്ക് അല്ലെങ്കിലും പഠിക്കാൻ പറ്റും. ജനറൽ കാറ്റഗറിയിൽ പരീക്ഷ ചെയ്തിട്ട് അഡ്മിഷൻ മേടിച്ചിട്ട് ബ്ലൈൻഡ് വേണ്ട എന്ന് പറഞ്ഞ കുട്ടികളെ എനിക്കറിയാം. നമ്മുടെ ഒരു ഡെഫിഷ്യൻസി എന്ന് നമ്മൾ കരുതുന്നത് ഡെഫിഷ്യൻസി അല്ല എന്ന് സ്വന്തം ഡിക്ലെയർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല എഫിഷ്യൻസി. അത് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ കൊടുത്തിട്ടുള്ളതാണ് ഈ പറയുന്ന ഡെഫിഷ്യൻസി. അവർ ഡെഫിഷ്യൻ്റ് ആണ് എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണ്. അതല്ല വേണ്ടത്. അവരെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കാലം 75 വർഷങ്ങൾക്ക് ശേഷവും ഭാരതത്തിൽ നമുക്ക് അവരെ മാറ്റാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഈ റിസർവേഷൻ കൊണ്ട് കാര്യമില്ല എന്ന് എഴുതിത്തള്ളണ്ടേ? അതെ, നമ്മളൊരു ലിമിറ്റ് വരെയൊക്കെയല്ലേ ശ്രദ്ധിക്കാവൂ. അത് വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ എക്കണോമിക്കലി എന്തുകൊണ്ടാണ് പൂറാവുന്നത് അതിനും ഞാൻ പറയാൻ കാരണം, എക്കണോമിക്കലി ആരും പൂറല്ല, പണി ചെയ്യാൻ മനക്കെടാത്തവരാണ് ഈ പൂറായിട്ടിരിക്കുന്നത്. അതെ 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 അതെ, യാതൊരു സംശയമില്ല. പണിയെടുത്തു കഴിഞ്ഞാൽ ആർക്കും സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നു. പലരും ചോദിക്കാറുണ്ട് എന്നോട്, എന്ത് പഠിച്ചാലോ ജോലി കിട്ടാൻ? നീ ഒന്നും പഠിക്കണ്ട, ഇപ്പൊ ഞാൻ ജോലി തരാം. ഒന്നും പഠിക്കാത്തവർക്കാണ് സാധ്യത കൂടുതൽ. എന്ത് ചെയ്യാലോ? അല്ല, ഞാൻ പറഞ്ഞു എത്രയോ ജോലികളുണ്ട്. നമുക്ക് പ്ലംബറെ കിട്ടാനില്ല, അല്ലേ? അതെ, നമുക്ക് കാർപ്പൻറ്റർ കിട്ടാനില്ല. പഠിപ്പിച്ചു കൊടുക്കാൻ ഞാൻ 6 മാസം പഠിപ്പിക്കുന്ന ട്രെയിനിങ് ഉണ്ട്, പ്രോസസ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നവരുണ്ട്. ഇപ്പം നമ്മൾ എല്ലാ എയർപോർട്ടുകളിലും എത്ര എംപ്ലോയീസ് ഉണ്ടാവുന്ന അറിയോ? ഒരു 5000-ലധികം എംപ്ലോയീസ് ഉണ്ട്. എല്ലാ പുതിയ എയർപോർട്ടും തുടങ്ങുമ്പോൾ അവിടെ ഒരു ട്രെയിനിങ് സെൻറ്റർ ഉണ്ട്. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, അത് ഈ ജനങ്ങൾക്ക് ഉപകാരമായിക്കോട്ടെ. ആ ട്രെയിനിങ് സെൻറ്ററിൽ ഞാൻ എന്ത് ക്വാളിഫിക്കേഷൻ പോയി കഴിഞ്ഞാലും എനിക്കൊരു ജോലി കിട്ടും. അവർ 6 മാസം ഫ്രീ ആയിട്ട് ട്രെയിനിങ് കൊടുത്ത് നിങ്ങൾ അപ്പോയിന്റ് ചെയ്യും. എല്ലാ എയർപോർട്ടിലും. കാരണം അവിടെ 10ാം ക്ലാസ് തോറ്റവനെ തുടക്കാനാക്കും, 10ാം ക്ലാസ് ജയിച്ചവനെ ചിലപ്പോൾ ഞാൻ പിന്നെ എന്തെങ്കിലും പോട്ടറുടെ പണി കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഈ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവരൊക്കെ കൊണ്ടു നടക്കാനുള്ള സൈക്കിൾ കൊണ്ടുവന്നാൽ കുറച്ച് വിദ്യാഭ്യാസം വേണം. അത് കഴിഞ്ഞ് 12ാം ക്ലാസ് കഴിഞ്ഞവനെയാണെങ്കിൽ ചിലപ്പോൾ സൂപ്പർവൈസർ ആക്കും, MBA പഠിച്ചവനെയാണെങ്കിൽ മാനേജർ ആക്കും. ഇതിനൊക്കെ ഫ്രീ ട്രെയിനിങ് കൊടുക്കുന്നതാണ്. എല്ലാ എയർപോർട്ടുകളിലും ട്രെയിനിങ് സെൻറ്റർ ഉണ്ട് കൂടെ. എത്ര പേർക്ക് അറിയാത്? അപ്പോൾ എല്ലാവർക്കും ജോലി കിട്ടും ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് അറിവില്ലായ്മ കൊണ്ട് പലരും അതിനെ അപ്രോച്ച് ചെയ്യാത്തതാണ്. സതീശേ, അതുകൊണ്ട് ഹിരണ്യഗർഭം യഥാർത്ഥത്തിൽ നടക്കുന്നത് നമ്മുടെ തലയ്ക്കകത്താണ് എന്നുള്ള കാര്യം മനസ്സിലായില്ലേ? അതെ അതെ, തലക്കകത്ത് ഇല്ലാത്തവർക്കാണ് ഈ ഗർഭം നടക്കുന്നത്. അപ്പൊ ഇപ്പോ തൊട്ടടുത്ത് സൂര്യകാലടി മനയിൽ ഒരു പ്രതീകാത്മകമായി ഒരു ഹിരണ്യഗർഭം നടത്തിയിരുന്നു. അല്ല, നമ്മള് അത് ജനങ്ങൾക്കെല്ലാം അവരുടെ മുൻജന്മ സുഹൃതം കിട്ടാനും മുൻജന്മ പാപങ്ങളിൽ മറന്ന് പുതിയ ആളുകളായിട്ട് വരാനൊക്കെ ആയിട്ട് ഒരു പ്രതീകാത്മകമായ സംഭവം എന്ത് ചെയ്യുമ്പോഴും സംഭവിച്ചു അല്ലേ? അങ്ങനെ അത് ബിസിനസ് ഓറിയന്റായിട്ട് ചെയ്യുകയും അതിനെ വലിയ ഒരു വിപണി കണ്ടെത്തുകയും ചെയ്യുന്ന സമൂഹം എല്ലാ ഗ്രൂപ്പിലും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇതിനൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. അല്ല, ഇതും അതുമായിട്ട് ഞാൻ നോക്കുമ്പോൾ ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ നല്ല നല്ല കാര്യങ്ങൾ അത് കണ്ടില്ല, അത് കണ്ടു. അപ്പൊ എന്തായാലും നമ്മളിന്ന് വളരെ രസകരമായിരുന്നു ഹിരണ്യഗർഭം എന്നുള്ള ചർച്ച. ഇനി നമുക്ക് എല്ലാവരും ഹിരണ്യഗർഭത്തിലൂടെ പുറത്തു വന്ന് നന്മ നേരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാം. തങ്കം പോലുള്ള മനുഷ്യന്മാർ തങ്കപ്പെട്ടവനായി മാറണം, തങ്കപ്പെട്ടവളായിട്ട് മാറണം. തങ്കത്തിന് ഇനിയും വില കൂടട്ടെ. നമ്മുടെ രാഷ്ട്രീയക്കാരെല്ലാം ഒന്ന് ഹിരണ്യഗർഭത്തിലൂടെ കയറ്റി ഇറക്കാം. പൊന്നിൽ കുളിച്ചവൾ നിൽക്കയാണിന്നൊരു മഞ്ഞക്കണിക്കൊന്ന പുത്ത പോലെ. മഞ്ഞയാണ് അഭിവൃദ്ധിയുടെ നിറം. അഭിവൃദ്ധിയുടെ നിറം. TPS നമസ്കാരം.